ചേട്ടാ വണ്ടി തട്ടി വണ്ടി ഇടിച്ച് വണ്ടി ബാക്ക് ഇടിച്ച്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ഫാക്ടറിക്കകത്ത് ഉള്ള ഹൊറർ സീനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ കേട്ടിടത്തോളം വെച്ച് നമ്മളെ മുമ്പത്തെ 2 ലൊക്കേഷനെക്കാളും അടിപൊളി ടെറിഫിക് ആയിട്ടുള്ള ഞാനും ഉണ്ട്. നമുക്ക് എന്തായാലും ഡാർക്കും കൂടെ ഒന്ന് ഇറങ്ങിയൊക്കെയാണ്. അതിനകത്ത് പോയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് അല്ലേ? ഗൈസ്, ഇവിടെ ഫുള്ള് കാടാണ്. നമ്മൾ ഓരോ ലൈറ്റ് കുഴിയൊക്കെയാണ് കേട്ടോ. നല്ല ശ്രദ്ധിച്ചോണം. നല്ല കുഴി ആഴമുണ്ട് കേട്ടോ. ഇത് ചേട്ടാ ഇത് പഴയ ഇതാണ് കേട്ടോ. കനാല് പോലത്തെ എന്തൊരു സെറ്റപ്പാണ്. പണ്ടത്തെ കാലത്ത് ഡ്രെയിനേജ് സിസ്റ്റമാണ് ആദ്യം. ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് നേരാവണ്ണം ഒരു പ്രോപ്പർ വഴിയൊന്നും ഇല്ല. ജസ്റ്റ് ഇതൊക്കെ പോയി നോക്കാം. കാരണം ഇതിപ്പോൾ ഒരുവിധം ആരും ഇപ്പം വരാറൊന്നുമില്ല. നമുക്കിവിടെ ഒരു ട്രാൻസ്ഫോമർ റൂം കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഇതുവഴി എങ്ങാനും. ഇതൊരു വലിയ ഫാക്ടറി ആകുമ്പോൾ ഇത്രയും വലിയ ട്രാൻസ്ഫോമറൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അതിൻ്റെയാണ്. ഓക്കെ, ഇല്ല, ട്രാൻസ്ഫോമർ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. മൊത്തം കാടാണ്. വന്നത് ഇതിൽ നോക്കാം. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ല. ആകെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആകെ ഇതിൻ്റെ അകമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അലമ്പ് സീനായി കിടക്കുകയാണ്. ഇതുവഴി വഴിയില്ല. തിരിച്ചു പോകണം. നമുക്ക് ഇതുവഴി വഴിയില്ല. നമുക്ക് ആ റൂട്ട് പോയി വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആകെ നമ്മൾ പറയുന്ന പോലെ ദുർഘടം പിടിച്ചൊരു റൂട്ടാണ്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഞാൻ എന്താ ഇതുവഴി ഇറങ്ങി വരാം. ഗൈസ്, ഇനി ചേട്ടാ നമ്മൾ വിചാരിക്കും പോലെ നമുക്ക് അകത്ത് കയറാൻ വഴി നേരത്തെ കാണുന്നില്ലേ? ഉണ്ട്. ഓക്കെ, വാ, എവിടെയെങ്കിലും കിട്ടാതിരിക്കും. സൂക്ഷിച്ചു പോട്ടെ, എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം പൊളിഞ്ഞിട്ട് വർഷങ്ങളുടെ പഴക്കം കൊണ്ട് പൊളിഞ്ഞ്, ഇത് പഴയ കരിങ്കൽ കെട്ടാണ്. എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കാനായി. എനിക്ക് ഇവിടെ ഇവിടെ നിന്ന് ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ബോഡി ഫുള്ളൊരു ഗൂസ് ബംസ് വരുന്ന പോലെ. ആകെ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. ശ്രദ്ധിച്ചോ? അതെ, ഭയങ്കര പഴക്കമുണ്ട്. നല്ല പഴക്കമുണ്ട്. പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ കേട്ട കഥ സത്യം തന്നെയാണ്. ഒരു സംശയമില്ല. ഇതിന് നല്ല നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് സത്യം ഈ സമയത്ത് ഇവിടെ നിൽക്കുന്ന എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല മഞ്ഞ് വരുന്നുണ്ട്, തണുപ്പുണ്ട്.
ഇയാൾ ബ്രീത്തൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഇത് നോക്കിയാ ഇതൊക്കെ ഫാക്ടറിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു പൊളിഞ്ഞ് കിടക്കുന്നത്. ഫുള്ള് പൊളിഞ്ഞു പോയി. ചിലപ്പോൾ ഈ ക്വാർട്ടേഴ്സ് പോലെ അല്ലെങ്കിൽ ഈ പുറത്ത് ഗോഡൗൺ പോലെയൊക്കെ ഉണ്ടായിരുന്നതായിരിക്കും. ചെടികളൊന്നും ആരും ശ്രദ്ധിക്കാതെ ഫുള്ള് നാടുകൾ പോയിരിക്കുകയാണ്. ഏലമൊക്കെയാണ് കേട്ടോ. ചേട്ടാ ഒരു കിലുക്കം കേട്ടോ നിങ്ങള്? ഒരു കിലുക്കം കേട്ടായിരുന്നു? കേട്ട് അവിടെ എന്തോ ഒരു കിലുക്കം കേൾക്കുന്നുണ്ടോ? അതെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ നിന്നൊരു കിലുക്കം കേൾക്കുന്നുണ്ട് കേസ്. ഇപ്പൊ അവിടെ കേട്ട് കിലുക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറി. ശ്രദ്ധിച്ചാൽ നേരെ ഞാൻ ഇവിടെ ഈ ഭാഗത്താണ് ഞാൻ ആയിരിക്കും കേട്ടത്. അത് നേരെ ഇങ്ങോട്ട് പെട്ടെന്ന് മാറി. പെട്ടെന്ന് ഇങ്ങോട്ട് മാറില്ല. കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. കിലുക്കം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ പ്രശ്നം നമുക്ക് കിലുക്കം എന്നുള്ളതല്ല, ആദ്യം കേട്ടാതെ ഒരേ കിലുക്കം ഭയങ്കരമായിട്ട് സ്പീഡിൽ ലൊക്കേഷൻ മാറി മാറി കേൾക്കുകയാണ്. അതായത് ആദ്യം ഞാൻ ഈ പോയിന്റ് ചെയ്യുന്ന ഭാഗത്താണ് ആദ്യം നമുക്ക് കേട്ടത്. ആദ്യം ഈ ഭാഗത്ത് കിട്ടും, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് മാറി മാറി നമ്മളെ ഈ എന്താ പറയണ്ട, നമ്മളെ ഈ വഴി തെറ്റിക്കുന്നതൊക്കെ പോലത്തെ ഒരു രീതിയിലാണ് ഇത് കേൾക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എനിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇതൊക്കെ മൊത്തം പൊളിഞ്ഞ് ഇവിടെ നോക്ക്. ഓക്കെ, എനിക്ക് ജനറേറ്ററോ അതുപോലൊക്കെ എന്തൊക്കെയാണ് ടീ പ്രോസസ് ചെയ്യുന്ന ഇതൊക്കെ. അത് എത്രയോ കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഇതായിട്ട് എടുക്കുന്നു. നല്ലോണം കേൾക്കുന്നുണ്ടല്ലേ ഇപ്പൊ? അടുത്തടുത്ത് വരുന്ന പോലെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഈ സൈഡിൽ നിന്നാണ് കേൾക്കുന്നത്. നമ്മൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. വേറെ നിങ്ങളെ ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. പ്ലീസ് നമ്മളെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഗൈസ്, അത് അടുത്തടുത്ത് വരുന്നുണ്ട് ആ സൗണ്ട്. പക്ഷെ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ കേൾക്കുന്നു. ഈ സൈഡിലാണ് ഞാൻ കേട്ടോ ഇപ്പൊ. പക്ഷെ നമ്മൾ എങ്ങോട്ടും നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. ബാക്കിലോട്ടും ഒന്നും കാണാനില്ല. നല്ലോണം കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെങ്ങോട്ടോ അത് കൊണ്ടുപോകുന്ന പോലെ. അതെ, ഇതൊരു വലിയൊരു ഏരിയയാണ്. നമുക്ക് ആ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കിലുങ്ങുന്ന എവിടെ നിന്നാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു ഇത്. ചേട്ടാ നോക്കിയ പഴയ ക്വാർട്ടേഴ്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സംശയമില്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പത്തെ പോർച്ചുഗീസ്, ഡച്ച്, ഇല്ല ബ്രിട്ടീഷ് ആയിരിക്കാനാണ് സാധ്യത. കാരണം ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ വന്ന തുടക്കകാലത്ത്. പട്ടിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാകുമ്പോൾ ഫാക്ടറി. ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് ചാക്കിലാക്കിയിട്ട് പിന്നെ അത് യൂസ് ചെയ്യാതെ. അപ്പം നമ്മൾ കേട്ട കഥ എനിക്കൊന്നും സത്യം തന്നെയാണ്. കാരണം ഒന്നും പിന്നെ അതൊന്നും അനക്കിയിട്ടില്ല. അതായത് ഇപ്പം ഒരു കമ്പനി നടത്തുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ്സ് എടുത്ത് എന്തെങ്കിലും അവർ ചെയ്യുമല്ലോ. ആ പ്രോഡക്റ്റ്സ് എല്ലാം ചാക്കിലാക്കി അതുപോലെ ഇരിക്കുകയും വേസ്റ്റായി പോയേക്കാണ്. നമുക്കൊന്ന് ബാക്കി ഭാഗം കൂടെ നോക്കാം. നമുക്ക് സൗണ്ട് കേട്ട ഭാഗം നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഇവിടുത്തെ ഈ വീട് പോലത്തെ ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ എന്തൊക്കെയോ വെച്ചിരുന്ന് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ഫുള്ള് ചെതലരിച്ച് പോയിരിക്കുകയാണ് കേസ്. എനിക്കൊന്ന് ഈ പാക്ക് ചെയ്യാനുണ്ടായിരുന്ന അന്ന് കാലത്ത് പേപ്പറിലെ പാക്കിംഗ് ഒക്കെ ആയിരുന്നല്ലോ, അതുപോലത്തെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളും ചാക്ക് അങ്ങനെയുള്ളതെല്ലാം
ഫുള്ള് ചെതലരിച്ച് പോയിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരുന്ന് ഫുള്ള് നശിച്ചു പോയി. അങ്ങോട്ട് ഇനി പോകണ്ട കേട്ടോ, അങ്ങോട്ട് ഇനി കാടാ. അവിടെ നിന്നാണ് നമ്മളെ ശബ്ദം, നമ്മൾ ലാസ്റ്റ് നമ്മളെ വിളിച്ചത് അങ്ങോട്ടാണ്. ബിസ്കറ്റ് അങ്ങോട്ട് പോകണ്ട. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വേണ്ടി ഒന്ന് അവിടെ എന്തോ ഇത് ഉള്ളത് പോലെ. ചേട്ടാ അവിടെ ഉണ്ട്, എന്തോ ഉണ്ട്. നോക്ക് ഗൈസ്, അവിടെ എന്തോ ഉണ്ട് ഗൈസ്. അവിടെ ആ ബിൽഡിംഗ്, ഒരു പഴയ ഇതൊക്കെ ഉണ്ട്. നോക്കാം. ഇങ്ങോട്ടൊന്നും ഇനി ഒന്നുമില്ല, കാടാണ് ഫുള്ള്. ചേട്ടാ ബാക്കിൽ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടല്ലേ? അതെ, നേരത്തെ ആ കിലുക്കം നമ്മളെ ഇങ്ങ് കൊണ്ടുവന്നു, പക്ഷെ പിന്നീട് ആ കിലുക്കം നമ്മളെ എവിടെയോ എത്തിക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ്. ഈ ഭാഗത്ത് എങ്ങാനും ആണോ നോക്കി, എവിടുന്നോ കേട്ട പോലെയാണ്. ചേട്ടാ അവിടെ എന്തോ ഇരിക്കുന്നു, അവിടെ എന്തോണ്ട്, അവിടെ എന്തോണ്ട്, കണ്ട കണ്ട പോകുന്നുണ്ട്. അയ്യോ അയ്യോ മൂവ് ചെയ്ത്, അയ്യോ. അവിടെ ഞാൻ കണ്ട്, അവിടെ എന്തുകൊണ്ട്, അവിടെ എന്തുകൊണ്ട്, അവിടെ എന്ത് ഞാൻ കണ്ടായിരുന്നു ചേട്ടാ, അവിടെ എന്തുകൊണ്ട് കേട്ടോ. ചേട്ടാ എനിക്ക് നല്ല നല്ല നെഗറ്റീവ് ഫീൽ ഉണ്ട് കേട്ടോ. എന്തോ നല്ല എന്തോ ഉണ്ടോ അവിടെ. ഞാനും ഇവിടെ കണ്ട, ഈ ഭാഗത്തായിട്ടാണ് കണ്ടത് ചേട്ടാ. അവിടെ എന്തോ ഉണ്ട് കേട്ടോ, ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. ഇതായിരിക്കും അപ്പൊ കിലുക്കം കേൾപ്പിച്ച് നമ്മൾ ഇത് ചെയ്ത. ഇതിനകത്തേക്ക് കയറാതെ വെളിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റുമെന്ന് പോലും എനിക്കൊരു ഉറപ്പില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ ചേട്ടാ നല്ല പട്ടി വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാ. നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്തെല്ലാം അങ്ങനെയാണ്. എന്തോ നല്ല വലിയ എന്തോ ഉണ്ട്. അവിടെ എന്തോ ശബ്ദം, ഞാൻ കേട്ടോ, എന്തോ ഒരു ശബ്ദം കേട്ടു. ഇതിനകത്ത് എന്തോ കേട്ട്, ഇതിനകത്ത് എന്തോ ഉണ്ട്, ഞാൻ കേട്ടായിരുന്നു ചേട്ടാ. ഗൈസ് നിങ്ങൾക്ക് കേൾക്കാമോ ആ ശബ്ദം? ഗൈസ് അവിടെ എന്തോ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ചേട്ടാ അവിടെ എന്തോ ഉണ്ട് കേട്ടോ, ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എന്തോ ഉണ്ട്. എന്തോ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനും കേൾക്കുന്നുണ്ട്. കേട്ടോ, ഞാൻ കേട്ടു കേട്ടോ. എന്തുകൊണ്ട് ചേട്ടാ, കേട്ടോ ശരിയാവില്ല, ഇവിടെ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് കയറിയ എന്താണെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല. 100 കണക്കിന് വർഷം പഴക്കമുള്ള സാധനം ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഒരു മനുഷ്യന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തോ ഭയങ്കര പ്രശ്നമുണ്ട് ഗൈസ്, ഒരു സംശയമില്ല. കാരണം നമ്മൾ ഒരു ഫിഗർ നമ്മൾ ഇവിടെ കണ്ട് ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഒന്ന് പേടിച്ചൊന്ന് മാറി നമ്മളത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ആ ഭാഗത്ത് ഒന്നും കാണുന്നില്ല. പക്ഷെ നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. മൈക്കിൽ അത് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിക്ക് സൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയാണ്, എന്തോ ഒരു മുഴക്കം പോലെ. എന്തായാലും അങ്ങോട്ടൊന്ന് നോക്കാം ചേട്ടാ. അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, അവിടെ എന്തോ ഉണ്ട്, അവിടെ എന്തോ ഉണ്ട് ചേട്ടാ. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തോ ഉണ്ട് ഇവിടെ ചേട്ടാ, പഴയ. അയ്യോ നേരത്തെ സൗണ്ട് കേട്ടോ, അതേ ശബ്ദം തന്നെ. ഇവിടെ എന്തോ ഒരു വഴി പോലെ കാണുന്നുണ്ട്, നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ. ഇത് പിടിച്ചിട്ട് ആദ്യം ഇറങ്ങാം, ശ്രദ്ധിച്ചിറങ്ങണേ. ഞാനും പറ്റാം. വീണ്ടും സൗണ്ട് കേൾക്കണം. ഇതിനകത്തുനിന്നാണ് സൗണ്ട് കേട്ടത്. ഇവിടെ ഒരു വഴി പോലെ കാണുന്നുണ്ട്.
എന്തായാലും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് ഇവിടെ അവിടെ അനക്കൊണ്ട് ഇങ്ങോട്ട് പോണ്ട ഗൈസ്. എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. നല്ല ശബ്ദവും ബഹളവും ഉണ്ട് ഗൈസ്. ചേട്ടാ ചേട്ടാ അത് തൊട്ടടുത്ത് അത് എന്താണ്? എന്തോ മൃഗമാണ്. എന്തോ ഒരു തൊട്ടടുത്തടാ. ഇവിടെ ഈ കാണുന്ന മതിലിന്റെ തൊട്ടടുത്ത് ഞാൻ കേട്ടു. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഹാർട്ട് അടിക്കും പോലെ തോന്നി എനിക്ക്. ജസ്റ്റ് ഒന്ന് നോക്കാം. എൻ്റെ കൂടെ വാ, ഓർക്കെ കൂടെ വാ. ഇറങ്ങിക്കോ. ഇരിക്കണ്ട റിസ്ക്കാണ്. നമ്മളെ കയ്യിൽ നിൽക്കൂലേ അത്. ഇവിടെ എന്തോ വലിയ എന്തോ ഉണ്ട് ചേട്ടാ. ഇമാതിരി അനുഭവം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. ഇതെന്തോ വലിയ എന്തോ ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ അന്യ റിസ്ക്കാണ്. നമ്മളെ കയ്യിൽ നിൽക്കത്തില്ലേ അത്. ശരിയല്ല കിട്ടിയല്ലോ. ഇതിനകത്ത് കയറി നിങ്ങളെ കാണിച്ചു തരണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ കൊണ്ട് പറ്റുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡ് പാലക്കാട് അടുത്തടുത്ത് നോയ്സ് ഒന്നും ഇത്ര അടുത്തെന്ന് തോന്നില്ല. ശരിയാവില്ല. എടാ അവിടെ എന്തോ ഒരു അനക്കം പോലെ. കണ്ട അവിടെ നമ്മൾ കുറച്ച് നടന്നു കേട്ടാ. വഴിയൊന്നും കിട്ടുന്നില്ല. നമ്മള് കുറെ ദൂരം നടന്ന് നമ്മൾ വന്ന വഴിയൊന്നും അല്ല കയറി വന്നേക്കുന്നത്. ഏതോ ഒരു വഴിയൊക്കെ കയറി. നല്ല മഞ്ഞുണ്ട് കേട്ടാ. മണി ഒരു 2 മണിയെങ്കിലും ഇപ്പൊ ആവും. ക്യാമറ കിട്ടുന്നുണ്ട. പുക പോലെ പോകുന്നുണ്ടല്ലേ. നല്ല മഞ്ഞും. ഇതെന്തോ പക്ഷെ വണ്ടിയൊക്കെ വരുന്ന പോലത്തെ ഒരു വഴി പോലെയൊക്കെ തോന്നുന്നു. ഇമാതിരി ഒരു അവസ്ഥ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അല്ലേ. അതിന്റെ അവിടെ ഞാൻ ചെന്നില്ലേ, തൊട്ട ഫ്രണ്ടില് ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് പിടഞ്ഞ പോലെ തോന്നി. കാറിനടുത്തെത്തി. അയ്യോ എനിക്കെന്താ, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ നല്ല നെഗറ്റീവ് കിട്ടി. അറിയാമോ ഇമാതിരി നെഗറ്റീവ്. എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അവിടെ തൊട്ടടുത്ത് ചെന്നതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ശബ്ദം വണ്ടി കണക്ക്. ഗൈസ് ആകെ വല്ലാത്തൊരു വണ്ടി കണക്ക് കേട്ടാ. വണ്ടി കണക്ക്. എനിക്ക് നെഗറ്റീവ് അങ്ങോട്ട് വിട്ടു പോകുന്നില്ല. ചേട്ടാ വണ്ടി കണക്ക്. വണ്ടി കണക്ക്. നമ്മൾ പോയ വഴിയാണ് കഴിച്ച് കാണുന്നത്. എന്റെ പൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടാ അവിടെ തന്നെ പോണ്ട്. ഓ കണ്ടിക്ക് വണ്ടി വണ്ടി അവിടെ തന്നെ നിൽപ്പുണ്ട്. വണ്ടി ഇത് മാറി കഴിയും. അവിടെ അണങ്ങാതെ നിൽക്കുന്നുണ്ടോ? അവിടെ അണങ്ങാതെ നിൽക്കുന്നുണ്ടോ? അയ്യോ പറ്റാത്ത പോലെടാ. ക്യാമറ നോക്കി വരുന്നത് എങ്ങനെയാ എടുക്കുന്നത്? ചേട്ടാ വണ്ടി തട്ടി ഗൈസ്. വണ്ടി ഇടിച്ച് ഗൈസ്. വണ്ടി ബാക്ക് ഇടിച്ച് ഗൈസ്. കാട്ടിലിടിച്ച്. ചേട്ടാ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകണ്ട നമുക്കിനി. അതുവഴിയാണോ പോകാനുള്ളത്? അവിടെ റൈറ്റിലോട്ട് നമ്മളിനി പോണ ചിലപ്പോ കൊടും കാട്ടിലോട്ടായിരിക്കും. ചേട്ടാ ബാക്കിൽ മൊത്തം കാട് കേട്ടോ. മൊത്തം കാട്. പോയി നോക്കാന്നോ. പെട്ടുപോയതുപോലെയായി. ബാക്ക് എടുക്കാട്ടോ. ഫുള്ള് കാട്. ഇറങ്ങി നോക്ക്. ഇറങ്ങല്ലേ. നീ എങ്ങനെയെങ്കിലും എടുത്തോളാം. എങ്ങനെയെങ്കിലും എടുക്കാം. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ
നമ്മൾ ആ കാട്ടിലൊക്കെയാണ് ചെന്ന് കയറിയത് അറിയാവോ? വണ്ടി തിരിക്കാൻ എന്തൊരു വഴിയുണ്ടോ? ചേട്ടാ ഇതിലെ വഴിയുണ്ട്, തിരിക്കാൻ അതിലെ ഇടത്തോട്ട് വഴിയുണ്ട്. നമ്മുടെ അടുത്തോട്ടെങ്കിലും വരുമോ? അറിഞ്ഞൂടാ. ഇത് ചേട്ടാ ഫ്രണ്ടിൽ കയറ്റി തിരിക്കാണ്, ഇടത്തോട്ട് വഴിയുണ്ട്. ചേട്ടാ ഇതിലെ വഴിയുണ്ട് കേട്ടോ. അവിടെ എങ്ങോട്ട് പോകുന്നു പറഞ്ഞോടെ പോയി നോക്കാം. എന്തായാലും റോഡല്ലേ, ടാർ റോഡല്ലേ. നമ്മളത് പിന്തുടർന്ന് വന്നേ കണ്ട, നമ്മൾ തൊട്ട് പുറകെ ഇപ്പൊ അതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന സംഭവം ഇതാണ് ഗൈസ്, നമ്മളത് ഫോളോ ചെയ്ത് വന്നു. അവരുടെ ഒരു ഇവർക്കെല്ലാം ഇവരുടെ ഒരു എന്താണ് ഒരു ആവാസ വ്യൂ, ഒരു ടെറിട്ടറി പോലെ ഉണ്ടാവും. ആ ഒരു ലൊക്കേഷന്റെ പരിധി എങ്ങനെയോ നമ്മൾ അതിനു മുമ്പ് വിട്ട് പുറത്ത് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തുരത്തി ഓടിക്കണമായിരുന്നു. ഇതായിരുന്നു സംഭവം. അങ്ങനെ നമ്മളെ ഫോളോ ചെയ്ത് വന്നു. ചേട്ടാ ഈ വഴി അറിയാവോ? ഇല്ല, നമ്മളിപ്പോ അന്ന് കയറിയ വഴി ഏതാണെന്ന് പോലും അറിയത്തില്ല ഗൈസ്. ഇനി ഗൂഗിൾ മാപ്പ് ഇട്ടൊക്കെ നോക്കി നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഗൈസ് നമ്മളിത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. മൊത്തം കാട്, രണ്ട് സൈഡും കാണാണ് ഗൈസ്. പക്ഷെ നമ്മൾ വന്നപ്പോ ഇങ്ങനത്തെ വഴിയൊന്നും അല്ലായിരുന്നു. രണ്ട് സൈഡും കാട് കേട്ടോ. നമ്മളൊന്ന് മാപ്പ് ഇട്ടോട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഒരു വിധം മാപ്പൊക്കെ ഇട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് ആയി, ഒരു രക്ഷയില്ലാത്ത നെഗറ്റീവ് ആയി. വഴിയൊക്കെ ഞങ്ങൾക്ക് കണ്ടറിയാം, വെളിച്ചം പോലും ഇല്ലാത്ത വഴി. ലൈറ്റ് ഓഫ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. ആകെ അവസ്ഥയാണ്, ഈ ഒരു അവസ്ഥയാണ്. ഇവിടെ അവിടെ എന്തോ ഒരു ചേട്ടാ നമ്മള് വിളിച്ചില്ല, നമ്മളെ പിറകെ കണ്ടത് ചേട്ടാ ഇത് നമ്മളെ വിളിച്ചില്ല കേട്ടോ. അത് പോകുന്ന വഴിയില് മൊത്തം ഉണ്ട്. ഫോണെടുത്തെല്ലാം നമ്മളെ ഫോളോ ചെയ്യണം. ഒരു രക്ഷയില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോട്ടെ. നമ്മൾ വിളിക്കും, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, കൈയൊക്കെ ആകെ ഷിവർ ചെയ്യുന്നു. ഞാൻ വണ്ടി ഇവിടെ ഒന്ന് മാറി നമുക്ക് ഏതെങ്കിലും അമ്പലമോ പള്ളി എന്തേലും ഇവിടെ എവിടെയെങ്കിലും കാണും, ആ കോമ്പൗണ്ടിൽ കയറി കിടന്നിട്ട് രാവിലെ എണീറ്റ് പോവാം. നമ്മൾ വരാം.